കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശുകയും ആകാശത്തേക്ക് വെടിവെക്കുകയും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി ബിജുവിന് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സംഭവത്തിൽ 11 പോലീസുകാർക്ക് പരിക്കേറ്റു. അഡീഷണൽ എസ്ഐ MT മൈക്കിൾ, ASIമാരായ സുരേന്ദ്രൻ, വിജയൻ, സുഗുണൻ, ബാലകൃഷ്ണൻ, പോലീസ് ഓഫീസർമാരായ സുധീർ, അശോകൻ, ബാലകൃഷ്ണൻ, അജേഷ്, നിതീഷ്, രൂപേഷ് എന്നിവരെ പരിക്കേറ്റ് കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സതീഷ്, ശിവപ്രസാദ്, ഗിരീഷ് തുടങ്ങി 100ഓളം SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അനധികൃതമായി പ്രവേശനം നൽകിയ നിർമ്മൽ മാധവനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു SFI കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് അക്രമാസക്തമാകുകയും തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ഗ്രാനേഡും ടിയർ ഗ്യാസും പ്രയോഗിക്കുകയും ആകാശത്തേക്ക് 4 റൌണ്ട് വെടിവെക്കുകയും ചെയ്തു. പരിക്കേറ്റ SFI സംസ്ഥാന സെക്രട്ടറി പി ബിജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് നിർമ്മൽ മാധവ് എന്ന വിദ്യാർത്ഥിക്ക് നിയമവിരുദ്ധമായി അഡ്മിഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 1 മാസമായി സമരമാണ്. ഇന്ന് രാവിലെ അവിടെ ഉപരോധ സമരം നടത്തുന്ന SFIക്കാർ ആകെ കേരളത്തിനകത്ത് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ആ സമരത്തിനകത്ത് പങ്കെടുത്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി ബിജു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുന്ന സ്ഥിതി ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കേരളത്തിനകത്ത് പോലീസുകാരോട് ഞങ്ങൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കളിക്കുന്നത് SFIക്കാരോടാണ്. ന്യായമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയാകെ അടിച്ചമർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ കണ്ടു, ഇവിടെ കാസർഗോഡ് ജില്ലക്കകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ആകെ 100 സഖാക്കൾ മാത്രമാണ് ഈ സമരത്തിനകത്ത് പങ്കെടുത്തത്. 100 സഖാക്കൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് പോലീസുകാരൻ 150 മീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. 150 മീറ്റർ സ്പീഡിൽ ഓടേണ്ടി വന്നു. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനം പറഞ്ഞിട്ടില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇവിടെ ഇനിയൊരു മാർച്ച് നടത്തേണ്ടി വന്നാൽ ഒരൊറ്റ പോലീസുകാരനോടും വന്നതുപോലെ തിരിച്ചു പോകാൻ